മൂക്കിപ്പൊടി അവൻ എടുക്കും. ആൻഡ് ലാഫ് അറ്റ് ദ ഷിവറിങ് വാങ്ക. വാങ്ക എന്തിയെ? ഷിവറിങ് ബിക്കോസ് ഓഫ് സോ കോൾഡ്. അത്ര തണുപ്പ് കാരണം ഇവൻ നിന്ന് വിറയ്ക്കുകയാണ്. ട്രംബ്ലിങ്. ഷിവറിങ് വാങ്കയെ നോക്കിക്കൊണ്ട് ഹി ലാഫ്ഡ് അറ്റ്. ചിരിക്കും, കളിയാക്കി ചിരിക്കും. ദ യങ് ഫിർ ട്രീ കോട്ടഡ് വിത്ത് ഫ്രോസ്റ്റ്. യങ് ചെറിയ ആ ഫിർ ട്രീകള് കോട്ടഡ് വിത്ത് ഫ്രോസ്റ്റ്, മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട ആ വൃക്ഷം സ്റ്റുഡ് മോഷൻലെസ്. സ്റ്റുഡ് സ്റ്റിൽ. മോഷൻലെസ് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ, നിശ്ചലമായി നിന്നു. എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാ നിന്നേ? വെയിറ്റിംഗ് ടു സീ വിച്ച് വൺ ഓഫ് ദം വാസ് ടു ഡൈ. വിച്ച് വൺ ഓഫ് ദം, അവയിൽ ഏതാണ് വാസ് ടു ഡൈ, മരിക്കേണ്ടിയിരിക്കുന്നത്. അതായത് എന്നെയാണോ കൊല്ലാൻ പോകുന്നത്, എന്നെയാണോ കൊല്ലാൻ പോകുന്നതെന്ന് വെയിറ്റ് കാത്തു നിന്നുകൊണ്ട് വൃക്ഷങ്ങൾ നിശ്ചലമായി, അതായത് ഏത് മരത്തിനെയാണ് വെട്ടാൻ പോകുന്നതെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഫിർ ട്രീ സ്റ്റുഡ് സ്റ്റിൽ, അനങ്ങാതെ നിന്നു, മോഷൻലെസ് ആയിട്ട് നിന്നു. ആൻഡ് സഡൻലി എ ഹെയർ വുഡ് കം. പെട്ടെന്നൊരു നമ്മളുടെ കാട്ടുമുയല് കം ലീപ്പിംഗ് ഓവർ ദ സ്നോ ഡ്രിഫ്റ്റ്. ഈ മഞ്ഞിന്റെ മുകളിലൂടെ ഒറ്റ ചാട്ടം. സ്വിഫ്റ്റ്. സ്വിഫ്റ്റ് മീൻസ് വേഗത്തിൽ, വളരെ വേഗത്തിൽ. ആസാൻ ആരോ, ഒരു അമ്പിനെ പോലെ വളരെ വേഗത്തിൽ ഒരു കാട്ടുമുയൽ ചാടുന്നു. ഗ്രാൻഡ് ഫാദർ കുഡ് നെവർ ഹെൽപ്പ് ഷൗട്ടിങ്. ഗ്രാൻഡ് ഫാദറിന് ഇത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്, നിർത്ത, നിർത്ത, സ്റ്റോപ്പ് ഇറ്റ്. ഓ യു സ്റ്റെപ്ടൈൽഡ് ഡെവിൾ. എടാ മുറിവാലൻ പിശാചെ, നിക്ക് നിക്ക് നിക്ക്. ആരെയാ വിളിക്കുന്നത്? ഈ സ്റ്റെപ്ടൈൽഡ് ഡെവിളിന് ഈ ഹെയറിനെ വിളിക്കുകയാണ്. അടുത്ത പാരഗ്രാഫ്. ഗ്രാൻഡ് ഫാദർ വുഡ് ഡ്രാഗ് ദ ട്രീ. അപ്പം വൃക്ഷം മുറിച്ചിട്ടു, എന്നിട്ട് ഹി ഡ്രാഗ്. ഡ്രാഗ് മീൻസ് വലിച്ചും കൊണ്ട് പോവുക. പുൾഡ്, ഡ്രാഗ്ഡ് ദ ട്രീ ടു ദ ബിഗ് ഹൗസ്. ആ വലിയ വീടിന്റെ അടുത്തേക്ക് ഗ്രാൻഡ് ഫാദർ ഈ വൃക്ഷം കൊണ്ടുപോയി. ആൻഡ് ദേ വുഡ് സ്റ്റാർട്ട് ഡെക്കറേറ്റിംഗ് ഇറ്റ്. ദേ വുഡ്, അവര് സ്റ്റാർട്ട് ആരംഭിക്കും, ഡെക്കറേറ്റിംഗ് ഇറ്റ്, അത് അലങ്കരിക്കാൻ ആരംഭിക്കും. ആരൊക്കെ കാണും അതിനകത്ത്? നമ്മളുടെ ഗ്രാൻഡ് ഫാദർ കാണും, വാങ്ക കാണും, പിന്നെ ആ വീട്ടിലെ ആളുകളും ഒക്കെ. വുഡ് സ്റ്റാർട്ട് ഡെക്കറേറ്റിംഗ് ഇറ്റ്, അത് അലങ്കരിക്കാൻ ആരംഭിക്കും. മിസ് ഓൾഗ ഇഗ്നറ്റ്വാന, മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു ആ വീട്ടിലെ യജമാനത്തിയുടെ പേര് വാങ്കാസ് ഫേവറേറ്റ്. ഷി വാസ് വാങ്കാസ് ഫേവറേറ്റ്. വാങ്കയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആളായിരുന്നു അവൾ. കാരണം എന്ത് എന്ന് ചോദിക്കാം. ആ കാരണം എന്താ? താഴേക്ക് പറയുന്നു. അപ്പൊ ഹൂ വാസ് വാങ്കാസ് ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? മിസ് ഓൾഗ ഇഗ്നറ്റ്വാന. വാങ്കാസ് ഫേവറേറ്റ് വാസ് ദ ബിസിയസ്റ്റ് ഓഫ് ഓൾ. ഇവരിൽ എല്ലാവരിലും വെച്ച് ഏറ്റവും തിരക്ക് പിടിച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ കൂടുന്നതും, അതുപോലെ വീട്ടിലെ ക്രിസ്മസിന്റെ തലേ ദിവസങ്ങളിലെ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള, ബിസിയർ, ബിസിയസ്റ്റ്, തേർഡ് ഫോം. അപ്പം ബിസിയസ്റ്റ് ഓഫ് ഓൾ. വൈൽ പലേഗിയ, അടുത്ത ഒരു പേര് ഇതുവരെ പറഞ്ഞില്ലായിരുന്നു. ആ പേരാണ് പലേഗിയ. ഓർത്തോണം. ദ നെയിം ഓഫ് ഹിസ് മദർ. നമ്മുടെ വാങ്കയുടെ അമ്മയുടെ പേര്. ഇതുവരെ മുത്തച്ഛന്റെ പേര് പറഞ്ഞിരുന്നു. ഓർത്തോള ക്യാരക്ടേഴ്സിന് മുത്തച്ഛന്റെ പേര് പറഞ്ഞിരുന്നു. ഇദ്ദേഹത്തിന്റെ മാസ്റ്ററുടെ പേര് പറഞ്ഞിരുന്നു. എന്നിട്ട് ഇപ്പൊ അടുത്ത പേരായിട്ട് വരുന്നത് പെലേഗിയ. വാങ്കാസ് മദർ വാസ് അലൈവ് വൈൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കാലഘട്ടത്തിൽ വൈൽ ഐ ആം ടീച്ചിങ്, ഞാൻ പഠിപ്പിച്ചും കൊണ്ടിരിക്കുമ്പം ദർ മേ ബി കോൾ ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്ന് കോൾ വരാം. വൈൽ യു ആർ സ്റ്റഡിങ്, നിങ്ങൾ പഠിച്ചും കൊണ്ടിരിക്കുമ്പോൾ ദർ മേ ബി ഡിസ്റ്റർബൻസ്, അവിടെ ശല്യങ്ങളുണ്ട്. അപ്പോൾ വൈലിന്റെ അർത്ഥം അങ്ങനെയൊക്കെയാണ്. ഇവിടെ പറയുന്നു വൈൽ പെലേഗ വാങ്കാസ് മദർ വാസ് അലൈവ്, അവൾ ജീവിച്ചിരുന്നപ്പോൾ, ആൻഡ് ഇൻ സർവീസ് അറ്റ് ദ ബിഗ് ഹൗസ്, ആ വീട്ടിൽ സർവീസ് സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, വീട്ടുജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഓൾഗ ഇഗ്നറ്റ്വാന യൂസ്ഡ് ടു ഗീവ് വാങ്ക സ്വീറ്റ്സ്. യൂസ്ഡ് ടു ഗീവ്, കൊടുക്കുമായിരുന്നു. ഇപ്പൊ യൂസ്ഡ് ടു സ്റ്റഡി ഇൻ നൈറ്റ്, രാത്രിയിൽ പഠിക്കുമായിരുന്നു. യൂസ്ഡ് ടു ലേൺ വൈൽ
റീഡിങ് വായിച്ചും കൊണ്ടിരിക്കുമ്പോൾ പഠിക്കുമായിരുന്നു. യൂസ്ഡ് ടു മീൻസ് അങ്ങനെ ചെയ്യുമായിരുന്നു എന്നുള്ള ഒരു പ്രയോഗത്തിന് വേണം യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. അപ്പോഴേ ഇവിടെ പറയുന്നത് നമ്മുടെ ഓൾഗ എന്ത് ചെയ്യുന്നു? യൂസ്ഡ് ടു ഗീവ് വാങ്ക സ്വീറ്റ്സ്, വാങ്കയ്ക്ക് സ്വീറ്റുകൾ കൊടുക്കുമായിരുന്നു. ആൻഡ് അമ്യൂസ് ഹെർസെൽഫ്, അവൾ തന്നെത്താൻ സന്തോഷം കണ്ടെത്തിയിരുന്നു. അമ്യൂസ്, അവൾ തന്നെത്താനെ ഷീ ഗോട്ട് സാറ്റിസ്ഫാക്ഷൻ, ഗോട്ട് അമ്യൂസ്മെന്റ്, എങ്ങനെയൊക്കെ കിട്ടിയ അവൾ സന്തോഷം കണ്ടെത്തിയ ഹെർസെൽഫ് ബൈ ടീച്ചിങ് ഹിം ടു റീഡ്. ഹൗ ഡിഡ് ഷീ ഗെറ്റ് അമ്യൂസ്മെന്റ്, എങ്ങനെയാണ് അവൾക്ക് സംതൃപ്തി കിട്ടിയെന്ന് വെച്ചാൽ ബൈ ടീച്ചിങ് ഹിം ടു റീഡ്, അവനെ വായിക്കുവാൻ പഠിപ്പിച്ചു, റൈറ്റ് എഴുതുവാൻ പഠിപ്പിച്ചു, ആൻഡ് കൗണ്ട് ടു 100 100 വരെ എണ്ണാനും പഠിപ്പിച്ചു. ആര്? നമ്മുടെ ഓൾഗ ഇഗ്നേറ്റോവന. ആൻഡ് ഈവൻ ടു ഡാൻസ് ദ ക്വാഡ്രിൽ, എന്നിട്ട് അവനെ ഒരു ടൈപ്പ് ഓഫ് ക്വാഡ്രിൽ പറയുന്നുണ്ട്, ഡാൻസ് വിത്ത് 4 or more couples, 4 അതിലധികമോ ആളുകൾ കൂടിച്ചേർന്നിട്ടുള്ള സംഘഗാനം, സംഘനൃത്തം. അതുപോലും ഈവൻ ടു എന്ന് പറയുമ്പോൾ ആ ഡാൻസ് പോലും പഠിപ്പിച്ചു. ബട്ട് വെൻ പലേഗിയ ഡൈഡ്, അപ്പൊ ഇത് ഇന്നത്തെ കാര്യം, വൈൽ ഷീ വാസ് അലൈവ്, അവൾ ജീവിച്ചിരുന്നപ്പം. എന്നാൽ ബട്ട് വെൻ പലേഗിയ ഡൈഡ്, അവൾ മരിച്ചപ്പോഴ് ദ ഓർഫൻഡ് വാങ്ക, ഇപ്പൊ വാങ്ക ഓർഫനായി, മാതാവും ഇല്ല പിതാവും ഇല്ലാത്ത അവസ്ഥയുള്ള കുട്ടികളെ ഓർഫൻ എന്ന് വിളിക്കാൻ. ഓർഫൻഡ് വാങ്ക വാസ് സെൻഡ് ഡൗൺ ടു ദ ബാക്ക് കിച്ചൺ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ, അവന്റെ മുത്തച്ഛന്റെ കൂടെ അടുക്കളയുടെ പിന്നാമ്പുറത്തേക്ക് തള്ളപ്പെട്ടു. ആൻഡ് ഫ്രം ദയർ, എന്നിട്ട് അവിടെ നിന്ന് ടു മോസ്കോ, എവിടെ നിന്ന്? ഫ്രം ഹിസ് ഗ്രാൻഡ് ഫാദർ ഹൂ സെൻഡ് ഹിം ടു അലിയാഖിൻ, ആരാ അലിയാഖിന്റെ അടുത്തേക്ക് വിട്ട? ഗ്രാൻഡ് ഫാദർ. വേർ ഈസ് അലിയാഖിൻസ് വർക്ക്ഷോപ്പ്? ഇൻ മോസ്കോ. അപ്പൊ ഫ്രം ദയർ, അവിടെ നിന്ന് ടു മോസ്കോ ടു അലിയാഖിൻ ദ ഷൂ മേക്കർ, അലിയാഖിൻ എന്ന് പറയുന്ന ഷൂ മേക്കറുടെ അടുത്തേക്ക് വിട്ടു. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഒന്ന് ലാംഗ്വേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് വായിച്ചും പഠിക്കും, എങ്ങനെ അർത്ഥപൂർണമായ ഒരു വാചകം എവിടെ മുറിച്ച് വായിച്ചു നിർത്താമെന്നുള്ളത് പഠിക്കണം. എന്താണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം, എങ്ങനെ, ഹൗ ക്യാൻ യു യൂസ് ദാറ്റ് ഫ്രൈസ്, എങ്ങനെ നിങ്ങൾക്ക് ആ വാക്കുകൾ ഉപയോഗിക്കാമെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയണം. അത്രയൊക്കെ അറിഞ്ഞാൽ മതി. ബാക്കി നിങ്ങളെല്ലാവരും A+ വേണ്ടി ശ്രമിക്കുന്നവരാണെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ ശ്രമിച്ചുകൊള്ളുക. എല്ലാവർക്കും സാധിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെങ്കിൽ നിങ്ങൾ അല്പം ശ്രദ്ധ ഇതിലേക്ക് കൊടുക്കണം. യു ഹാവ് ടു ലിസൺ ഈച്ച് ആൻഡ് എവരി യൂസേജ് ഓഫ് വേർഡ്സ്, വാക്കുകളുടെ ഉപയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പാരഗ്രാഫിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ എടുത്ത് എഴുതാൻ പറ്റത്തുള്ളൂ, മുഴുവൻ കാര്യങ്ങളും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോളുക. നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ മിടുക്കരായി പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഭാഗത്തിലേക്ക് നോക്കാം. എന്നിട്ട് Pelagia died, the orphaned Vanga was sent down to the back kitchen to his grandfather, and from there അവിടെ നിന്ന് to Moscow to Aliakin the shoemaker, അവിടെ നിന്ന് മോസ്കോയിൽ അലിയാഖിൻ എന്ന് പറയുന്ന ഷൂമേക്കറുടെ അടുത്തേക്കും അവൻ അയക്കപ്പെട്ടു. അപ്പോൾ ഇവന്റെ കുട്ടിക്കാലത്തെ മുഴുവൻ ഒരു ചിത്രം നമ്മളുടെ മുൻപിൽ എത്തിക്കഴിഞ്ഞു. നെക്സ്റ്റ് പാരഗ്രാഫ്. കം ടു മീ ഡിയർ ഗ്രാൻഡ് ഡാഡ്. അവൻ ആ കത്ത് എഴുതിയിട്ട് നിർത്തിയിട്ട് ജനലെ നോക്കുമ്പോഴേ അവൻ ഈ മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ജനൽ അങ്ങ് മറച്ചാൽ മതിയായിരുന്നു, അവൻ്റെ ഈ ചിന്തകൾ വരത്തില്ലായിരുന്നു, അവൻ ഇത്രയും ചിന്തിക്കായിരുന്നായിരുന്നു. നമുക്ക് ഇത്രയും പഠിക്കണ്ടായിരുന്നു. നമ്മൾ ഇത്രയും പഠിക്കണ്ടായിരുന്നെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കുറച്ചേ വരികയുള്ളായിരുന്നു. സാരമില്ല, ഇത് കഥ എഴുത്തുകാരൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി എഴുതിയ കഥയല്ല. ഇത് ഒരു ഓർഫൻഡ് ആയിട്ടുള്ള ഒരു കുട്ടി അനുഭവിക്കപ്പെടുന്ന പീഡനങ്ങൾ, യാതനകളെ കുറിച്ചിട്ടുള്ള കഥയാണ്. നിങ്ങളൊന്ന് ഓർക്കുക. 9 വയസ്സുകാരനാണ്. നിങ്ങളെക്കാട്ടി 3-4 വയസ്സിന് 4-5 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി, അവൻ്റെ കഷ്ടതകളും ദുര്യോഗങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ള കഥയാണ്. അപ്പൊ എവിടേക്ക് വാം? കം ടു മീ ഡിയർ ഗ്രാൻഡ് ഡാഡ്. പ്രിയപ്പെട്ട ഗ്രാൻഡ് ഡാഡേ, എൻ്റെ അടുത്തേക്ക് വരൂ, എന്നിലേക്ക്, അതായത് മോസ്കോയിൽ വന്ന് എന്നെ കൊണ്ടുപോകൂ. കണ്ടിന്യൂഡ് വാങ്ക. വാങ്ക തുടർന്നു. ഐ ബെഗ് യു ഫോർ ക്രൈസ്റ്റ് സേക്ക്. ഐ ബെഗ് യു, ഞാൻ നിന്നോട് യാചിക്കുകയാണ്. ഫോർ ക്രൈസ്റ്റ് സേക്ക്, ഫോർ ഗോഡ്സ് സേക്ക്, ദൈവത്തെ ഓർത്ത്. എടാ ദൈവത്തെ ഓർത്തൊന്ന്, കർത്താവിനെ ഓർത്തൊന്ന് പഠിക്കടാ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് എൻ്റെ കർത്താവിനെ ഓർത്ത് പിള്ളേരെ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ ഇച്ചിരി ഭക്ഷണം കൂടെ ഒന്ന് കഴിക്കുക എന്നൊക്കെ വീട്ടുകാർ പറയും. അപ്പോഴേ ഫോർ ക്രൈസ്റ്റ് സേക്ക്
ദൈവത്തിന് വേണ്ടിയിട്ട് ടേക്ക് മീ അവേ ഫ്രം ഹിയർ, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ. പിറ്റി മീ, എന്നോട് ദയ കാട്ടു. പിറ്റി മീ അൺഹാപ്പി ഓർഫൻ, ഞാനൊരു അൺഹാപ്പി അസന്തുഷ്ടനായ ഒരു ഓർഫനാണല്ലോ, മറ്റുള്ള മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടിയാണല്ലോ. ദേ ബീറ്റ് മീ ഓൾ ദ ടൈം, ദേ ബീറ്റ് മീ, അവരെന്നെ അടിക്കും ഓൾ ദ ടൈം, എപ്പോഴും. ആൻഡ് ഐ ആം ഓൾവേസ് ഹംഗ്രി, എന്നാ പോട്ടെ ഈ അടിയൊക്കെ കൊള്ളാം, പക്ഷേ ഇത് ഐ ആം ഓൾവേസ് ഹംഗ്രി, ദർ ഈസ് നത്തിങ് ടു ഈറ്റ്, ഒന്നും തിന്നാനില്ല. ഐ ആം ഓൾവേസ്, എല്ലാ ഇപ്പോഴും ഹംഗ്രി, വിശപ്പാണ്. ആൻഡ് ഐ ആം സോ മിസറബിൾ ഹിയർ, ഐ ആം സോ, വളരെ മിസറബിൾ ഹിയർ, എനിക്കിവിടെ വലിയ കഷ്ടപ്പാടാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് മുത്തച്ഛൻ കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ട് ശരിയായ കാര്യങ്ങളെ വളരെ വിശദമായി ഇവൻ പറയുകയാണ്. ഐ ക്യാൻറ്റ് ടെൽ യു, എനിക്ക് നിന്നോട് പറയാൻ കഴിയില്ല. ഐ ക്രൈ ഓൾ ദ ടൈം, എപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് പറയാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് വൺ ഡേ, ഒരു ദിവസം, ദ മാസ്റ്റർ ഹിറ്റ് മീ ഓവർ ദ ഹെഡ്, ഹിറ്റ് ഇടിക്കുക എന്നൊക്കെ. ദ മാസ്റ്റർ ഹിറ്റ് മീ ഓവർ ദ ഹെഡ്, തലക്കിടിച്ചു. എന്ത് വെച്ച്? വിത്ത് ഹിസ് ലാസ്റ്റ് നേരത്തെ നിങ്ങൾ പഠിച്ചതാണ്, ഈ ഷൂ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, അത് വെച്ചിട്ട് ഇടിച്ചു. ഹിറ്റ് മീ വിത്ത് എ ലാസ്റ്റും കൊണ്ടടിച്ചു. ആൻഡ് ഐ ഫെൽ ഡൗൺ, ഞാൻ താഴെ വീണു. ആൻഡ് തോട്ട്സ്, താഴെ വീണിട്ട് വിചാരിച്ചു, ഐ വുഡ് നെവർ ഗെറ്റ് അപ്പ് അഗെയിൻ, ഞാൻ ഇനി ഒരിക്കലും എണീക്കത്തില്ല എന്ന് വിചാരിച്ചു. എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വലിയ ഒരു ഇടിയായിരുന്നു. ആ ഇടി കൊണ്ടിട്ട് ഞാൻ താഴെ വീണു. താഴെ വീണിട്ട് ഐ തോട്ട്, ഞാൻ വിചാരിച്ചു, ഐ വുഡ് നെവർ ഗെറ്റ് അപ്പ്, ഞാൻ ഇനി ഒരിക്കലും എഴുന്നേക്കില്ല എന്ന് വിചാരിച്ചു. I have such a miserable life, worse than a dog's. I have such a miserable, അത്രമാത്രം കഷ്ടപ്പെട്ട്, worse than a dog, bad, worse, worst. ബാഡ് എന്ന് പറഞ്ഞ മോശം, worse എന്ന് പറഞ്ഞ ഉത്തരവിടെ, worst അങ്ങേയറ്റം. എവിടെ പറഞ്ഞിരിക്കുന്നേ? I have such a miserable life, worse than a dog. ഒരു പട്ടിയുടെ പട്ടിയെക്കാളിലും ഭയങ്കര കഷ്ടപ്പാട്. പട്ടിക്ക് എന്തോ അങ്ങോട്ട് പോയാലും ഏറ്, ഇങ്ങോട്ട് പോയാലും ഏറ്. അപ്പൊ അങ്ങനെയുള്ള പറയാണ്, വാസ് ദാൻ എ ഡോഗ്. ആൻഡ് ഐ സെൻഡ് മൈ ലവ് ടു അലിയോന. ഐ സെൻഡ് മൈ ലവ് ടു അലിയോന എന്ന് പറയുമ്പോൾ, ഞാൻ അലിയോനയോടുള്ള എൻ്റെ സ്നേഹം അയക്കുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ സ്നേഹം നമ്മൾ കത്തെഴുതും പറയത്തില്ലയോ, കൺവേ മൈ റിഗാർഡ്സ്, എൻ്റെ അന്വേഷണങ്ങൾ പറയണമേ. ഇവിടെ പറയുന്നേ, ഐ സെൻഡ് മൈ ലവ്, ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ആരെ അറിയിപ്പിക്കുന്നേ? അലിയോനെ അറിയിപ്പിക്കുന്നു. മേ ബി ഹിസ് റിലേറ്റീവ് ഓർ ഫ്രണ്ട് ഓർ ഹൂവർ മേ ബി, അത് ഇവിടെ പറയുന്നില്ല. സെൻഡ് മൈ ലവ് ടു അലിയോന, വൺ ഐഡ് ഏഗർ ആൻഡ് കോച്ച്മാൻ. ഒറ്റക്കണ്ണനായ ഏഗറിനെയും അറിയിപ്പിക്കണം എൻ്റെ സ്നേഹം. ആൻഡ് ഡോണ്ട് ഗീവ് മൈ കൺസേർട്ടിന ടു എനിവൺ. ഡോണ്ട് ഗീവ് മൈ കൺസേർട്ടിന, ഒരു വാദ്യോപകരണം. കൺസേർട്ടിനയുടെ മീനിങ് കൊടുത്തിട്ടുണ്ട്, എ സ്മോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, പട ഉൾപ്പെടെ ഉണ്ട്. അപ്പം ഇത് ആർക്കും ഗീവ് നോട്ട്, കൊടുക്കരുത്, ആർക്കും കൊടുക്കരുത്. അതായത് ഞാൻ വരാൻ പോവുകയാണ്, വരും, അപ്പോൾ ഇതാർക്കും കൊടുക്കാതെ വെച്ചിരിക്കണം. ഓർക്കണം, ഒരു 9 വയസ്സുകാരൻ ഇരിക്കുന്ന മോസ്കോയിലെങ്കിലും ചിന്ത അവൻ്റെ കൺസേർട്ടിനെ കുറിച്ചിട്ട് ഓർക്കണം. ഐ റിമെയിൻ മീൻസ് ചുരുക്കുന്നു, കത്ത് ചുരുക്കുമ്പോൾ നമ്മൾ എഴുതുന്ന കത്ത് ചുരുക്കുന്നു. ഐ റിമെയിൻ യുവർ ഗ്രാൻഡ് സൺ, നിന്റെ പ്രിയപ്പെട്ട കൊച്ചുമകൻ ഇവാൻ ഷുക്കാവ്. എന്നിട്ട് ഒരു ഏറ്റവും അവസാനം ഒന്നും കൂടെ അവൻ എഴുതുക, ഡിയർ ഗ്രാൻഡ് ഡു കം, പ്ലീസ് കം, ഡു കം, വരണേ എന്ന് പറയുന്നു. അടുത്ത 13th പാരഗ്രാഫ്. വാങ്ക ഫോൾഡഡ് ദ ഷീറ്റ്, ഫോൾഡഡ് മടക്കി, ഫോൾഡഡ് ദ ഷീറ്റ്, ഈ പേപ്പർ മടക്കി. ഏത് പേപ്പറാ? നേരത്തെ അവന് ഒരു ക്രംബിൾഡ് ഷീറ്റ് ഓഫ് പേപ്പർ എടുത്തിട്ട് അതിലായിരുന്നു കത്ത് എഴുതിക്കൊണ്ടിരുന്നത്. നീലിംഗ് ഓൺ ദ ഫ്ലോർ, തറയെ കുത്തിയിരുന്നുകൊണ്ട് അവൻ എഴുതുക. ഇപ്പൊ ഹി ഫോൾഡഡ് ദ പേപ്പർ, എന്നിട്ട് എന്ത് ചെയ്തു? പേപ്പർ മടക്കി. ഇൻ 4, 4ആയിട്ടാണ് മടക്കി. ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ആൻ എൻവലപ്പ്, ഒരു എൻവലപ്പിനകത്തിൽ, എൻവലപ്പ് കവർ, ഒരു കവറിനകത്തിലിട്ടു. പുട്ട് ഇറ്റ് ഇൻ ടു ആൻ എൻവലപ്പ് വിച്ച് ഹി ഹാഡ് ബോട്ട് ദ ഡേ ബിഫോർ ഫോർ എ കോപ്പക്.
ഒരു കോപ്പക് കൊടുത്ത്, കോപ്പക് മീൻസ് റഷ്യയിൽ ഉപയോഗിക്കുന്ന നോട്ടിൻ്റെ ഒരു ചെറിയ നാണയം, നമ്മൾ പൈസ എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടുള്ള, അത് കൊടുത്ത് വാങ്ങിയ ആ എൻവലപ്പിൽ ഇവനിട്ടു. ദെൻ ഹി പോസ്ഡ് ടു തിങ്ക്, എന്നിട്ട് ഹി പോസ്ഡ്, അവൻ ചിന്ത ഒരു നിമിഷത്തേക്ക് നിർത്തി പോസ് ചെയ്തു. ഡിപ്ഡ് ഹിസ് പെൻ ഇൻ ടു ദ ഇങ്ക് പോട്ട് ആൻഡ് റോട്ട്, ഒന്നും കൂടെ പെൻ ഡിപ്ഡ് ഇൻ ടു ദ ഇങ്ക് പോട്ട്, ഇങ്ക് പോട്ടിനകത്ത് ഒന്നിട്ടു. ആൻഡ് റോട്ട്, എന്നിട്ട് എഴുതി ടു ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ്. കത്ത് കവറിനകത്ത് ഇട്ടല്ലോ, അപ്പൊ കവറിന്റെ പുറത്ത് അവൻ ഇങ്ങനെ എഴുതിയേ, ടു ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ്, ഗ്രാമത്തിലുള്ള എൻ്റെ മുത്തച്ഛന്. എന്നിട്ട് സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ്, തലയൊന്ന് ചൊറിഞ്ഞു, മാന്തി. തോട്ട് അഗൈൻ, വീണ്ടും ചിന്തിച്ചു, എടാ ഗ്രാൻഡ് ഫാദർ എന്ന് എഴുതിയുള്ളല്ലോ. ദെൻ ആഡഡ്, ഇങ്ങനെ കൂടെ കൂട്ടിച്ചേർത്തത്, ടു കോൺസ്റ്റാന്റിൻ മാക്കറിച്ച്, ടു കോൺസ്റ്റാന്റിൻ മാക്കറിച്ച്. അങ്ങനെ എഴുതിയ കത്ത് ചെല്ലൂ. കത്ത് ചെല്ലണമെങ്കിൽ എന്തൊക്കെ വേണം? നെയിം, അഡ്രസ് വിത്ത് പോസ്റ്റ് ഓഫീസ് വേണം. അപ്പം ഇവൻ ഇങ്ങനെ എഴുതിയുള്ളൂ, അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ. നെക്സ്റ്റ് പാരഗ്രാഫ്. പ്ലീസ്ഡ് ദാറ്റ് നോ വൺ ഹാഡ് പ്രിവെന്റഡ് ഹിം ഫ്രം റൈറ്റിംഗ്, ഹി ഈസ് പ്ലീസ്ഡ്. അവൻ വളരെ സന്തോഷവാനാ, സന്തോഷമുണ്ട്. എന്ത് കാരണമാ? ഇത്രയും ഒളിച്ചിരുന്നില്ല, അവർ വരുന്നതിന് മുമ്പ് ഇത്ര എഴുതാനെ കൊണ്ട് പറ്റിയല്ലോ. പ്ലീസ്ഡ്, സന്തോഷിച്ചു. നോ വൺ ഹാഡ് പ്രിവെന്റഡ് ഹിം ഫ്രം റൈറ്റിംഗ്, അവനെ എഴുതുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുക, തടയുക, ആരും തടഞ്ഞില്ലല്ലോ എന്നുള്ള സമാധാനത്തോടെ. ഹി പുട്ട് ഓൺ ഹിസ് ക്യാപ്പ്, പുട്ട് ഓൺ, ധരിച്ചു. പുട്ട് ഓൺ ഓർത്ത് വെച്ചോണം, എഴുതി വെച്ചോണം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. പുട്ട് ഓൺ ഫ്രൈസൽ വെർബാണ്. പുട്ട് എന്ന വെർബിന്റെ കൂടെ ഓൺ എന്ന പ്രിപ്പോസിഷൻ ചേർന്നപ്പോൾ പുട്ട് ഓൺ എന്നായി, ധരിക്കുക. പുട്ട് ഓൺ, ടു വിയർ എന്നാണ്, ടു വിയർ, WEAR, ടു വിയർ പഠിച്ചു വെക്കേണ്ടതാണ്. 80% സാധ്യതയുണ്ട് ഈ ചോദ്യം ചോദിക്കാൻ. അതായത് ഈ ചോദ്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രൈസൽ വെർബിനകത്ത് പുട്ട് ഓൺ ഓർത്തണം. Put on his cap and ran out into the street. ഓടി, നിരത്തിലേക്ക് ഓടി. Without putting his coat, അവൻ കോട്ട് എടുത്ത് ധരിച്ചില്ല. ഓൺ ഓവർ ഹിസ് ഷർട്ട്, ഷർട്ടിന്റെ മുകളിലായിട്ട് കോട്ട് പോലും ധരിച്ചില്ല. നല്ല തണുപ്പ്, അതൊക്കെ അവൻ മറന്നു. ഒറ്റ ചാട്ടം. The men at the butchers told him, ബുച്ചറിന്റെ ആളുകൾ, മീൻസ് ഇറച്ചിക്കടയിലെ ആളുകൾ, told him, അവനോട് പറഞ്ഞിരുന്നു. when he asked them the day before, he asked them the day before, the day before എന്ന് പറയുമ്പോൾ yesterday, ഇന്നലെ അവൻ ചോദിച്ചു വെച്ചിരിക്കുമായിരുന്നു, അവരോട് ചോദിച്ചിരുന്നു. ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, എന്തുവാ പറഞ്ഞു കൊടുത്തത്? that letters are put into letter boxes, ഈ കത്തുകൾ ലെറ്റർ ബോക്സിന്റെ അകത്തിലായിടുന്നേ. അവനിതൊന്നും അറിയില്ല, കത്ത് എങ്ങനെ ഇടുന്നൊക്കെ. തലേ ദിവസം അവൻ ബുച്ചറിന്റെ കടയിൽ പോയി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞേ, letters are put into letter boxes and from these boxes, ഈ ബോക്സിൽ നിന്ന് send all over the world on mail coaches, ലോകത്തിൽ എല്ലായിടത്തും മെയിൽ കോച്ചസില് ആണ് ഇത് അയക്കുന്നത്. വിത്ത് 3 horses, 3 കുതിരയെ കെട്ടിയ മെയിൽ കോച്ച് ഉണ്ട്. എന്നിട്ട് ആൻഡ് ഡ്രങ്കൺ ഡ്രൈവേഴ്സ്, മദ്യപാനികളായ ഡ്രൈവർമാരായി ഇതിനെ ഓടിക്കുക. ആൻഡ് ജിംഗ്ലിംഗ് ബെൽസ്, അതേല് മണിനാഥം മുഴക്കിക്കൊണ്ട് ഓട്ടമാണ്, കത്തുമായി പോവാണ്. വാങ്ക റാൻ, വാങ്ക ഓടി. ആസ് ഫാർ ആസ് ദ നിയറസ്റ്റ് ലെറ്റർ ബോക്സ്, അവൻ അടുത്തുള്ള ലെറ്റർ ബോക്സിന്റെ അവിടെ വരെ ഓടി. ആൻഡ് ഡ്രോപ്ഡ് ഹിസ് പ്രീഷ്യസ് ലെറ്റർ ഇൻ ടു ദ സ്ലിറ്റ്, ഡ്രോപ്ഡ് ഇട്ടു. പുട്ട് ഹിസ് പ്രീഷ്യസ് ലെറ്റർ, പ്രീഷ്യസ് ലെറ്റർ എന്ന് പറയാൻ കാരണം എന്താ? ഇത്രമാത്രം സമയമെടുത്ത് ഒളിച്ചിരുന്ന് മാസ്റ്ററും മിസ്ട്രസും ഇല്ലാത്തപ്പോൾ സീനിയർ അപ്രന്റീസ് കാണാതെ എഴുതിയ കത്താണ്. തന്നെ ഇത് എത്തിയിട്ട് വേണം മുത്തച്ഛൻ അവിടുന്ന് ഇവനെ കൂട്ടിക്കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഇറ്റ് ഈസ് പ്രീഷ്യസ്. അതുകൊണ്ടാണ് ഇത് പ്രീഷ്യസ് എന്ന് പറഞ്ഞത്. ഡ്രോപ്ഡ് ഹിസ് പ്രീഷ്യസ് ലെറ്റർ ഇൻ ടു ദ സ്ലിറ്റ്. ആൻ അവർ ലേറ്റർ, 1 മണിക്കൂറിന് ശേഷം, ലെറ്റർ പിന്നീട്, ആൻ അവർ ലേറ്റർ, ലൾഡ് ബൈ റോസി ഹോപ്സ്. ലൾഡ് ബൈ ഇവിടെ അർത്ഥം കൊടുത്തിട്ടുണ്ട്, ടു മേക്ക് സംബഡി റിലാക്സ്ഡ് ആൻഡ് കാം, ശാന്തനായി ഇരുന്നും കൊണ്ട്, ശാന്തമായ ചിന്ത കൊണ്ട്. ലൾഡ് ബൈ റോസി ഹോപ്സ്, നല്ല പ്രതീക്ഷ, ശുഭപ്രതീക്ഷയാൽ, സമാധാനത്തോടെ. ശുഭപ്രതീക്ഷ എന്തുവാ? ഈ കത്ത് നാളെയോ മറ്റന്നാളോ മുത്തച്ഛന് കിട്ടും, കിട്ടിയാൽ ഉടൻ മുത്തച്ഛൻ വരും, എന്നെ കൊണ്ടുപോകും. ഇതാണ് അവന്റെ ഹോപ്പ്. റോസി ഹോപ്സ്. ഹി വാസ് ഫാസ്റ്റ് അസ്ലീപ്,
അവൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഹി ഡ്രീംഡ് ഓഫ് സ്റ്റോ. അവൻ ഡ്രീംഡ് ഓഫ് സ്വപ്നം കണ്ടു. സ്റ്റോ ഓൺ ദ സ്റ്റോലഡ്ജ്. സ്റ്റോലഡ്ജ് സാറ്റ് ഹിസ് ഗ്രാൻഡ് ഫാദർ. സ്റ്റോലഡ്ജ് എന്ന് പറയുമ്പോൾ സ്റ്റൗ ഒക്കെ വെക്കാൻ വേണ്ടി ഉയർത്തി കെട്ടിയിട്ടുള്ള സ്ഥലം, പാതകം എന്നൊക്കെ പറയാം. അവിടെ അതവൻ സ്വപ്നം കണ്ടു. അവിടെ അവന്റെ മുത്തച്ഛൻ ഇരിക്കുന്നു. ഹിസ് ബെയർ ഫീറ്റ് ഡാംഗ്ലിംഗ്. അവന്റെ നഗ്നപാദങ്ങൾ, ചെരുപ്പിടാത്ത കാല് ഡാംഗ്ലിംഗ്, ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തോ അവന്റെ സ്വപ്നം. റീഡിങ് ദ ലെറ്റർ ടു ദ കുക്സ്. അവിടെയുള്ള പാചകക്കാരെയൊക്കെ ഇവൻ ഈ കത്ത് വായിച്ചു കേൾപ്പിക്കുന്നതായിട്ടാണ് ഇവൻ സ്വപ്നം കാണുകയാണ്. അപ്പം വേറെ ഒരാളിനെ അവിടെ സ്റ്റോ കണ്ടായിരുന്നു, ഗ്രാൻഡ് ഫാദറിനെ കണ്ടു. ഇനിയും ഈൽ. ആരാ? ദ ഡോഗ്. ഈൽ വാസ് വാക്കിംഗ് ബാക്ക്വേർഡ്സ് ആൻഡ് ഫോർവേഡ്സ്. ബാക്ക്വേർഡ്സ് പിന്നോട്ട്, ഫോർവേഡ്സ് മുന്നോട്ട്. മുന്നോട്ട് നടക്കുന്ന, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈല് നടക്കുന്നു. ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്റ്റോ വാഗിങ് ഹിസ് ടെയിൽ. അവന്റെ വാല് മാട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നു. ദ ലെസൺ ഈസ് ഓവർ. പാഠം കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഈ പാഠം ഒന്ന് വായിച്ചത് കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള എബോവ് ആവറേജ് ഉള്ള കുട്ടികളുണ്ട്. പക്ഷെങ്കിൽ ഒരു സാധാരണ ബിലോ ആവറേജ് അല്ലെങ്കിൽ അധികം ഒന്നും അറിയാത്ത കുട്ടികൾ എന്താണ് ഈ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് എഴുതുന്നത്, എന്താ വരുന്നത് എന്നൊന്നും അറിയാൻ വയ്യാത്തവർക്ക് പോലും ഈ പാഠത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് നമുക്ക് ഈ പാഠം പഠിക്കണം. ഇതിൻ്റെ എക്സർസൈസ് വർക്കിൽ എല്ലാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്ത്, അതായത് നിങ്ങളിവിടെ പറയുന്ന പദസൂര്യൻ്റെ ഒക്കെ ഉണ്ട്, സ്റ്റോറി മാപ്പൊക്കെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്റ്റോറി മാപ്പൊക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി ആവശ്യമുണ്ട്. ആവശ്യമില്ല എന്ന് ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾ വായിക്കരുന്നില്ല. ആവശ്യം നല്ല രീതിയിലുണ്ട്. പക്ഷെ ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് ബാക്കി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നിലായി പോകും. അപ്പോൾ അതിൽ നിന്ന് പരീക്ഷോന്മുഖമായി വലിയ ഇമ്പോർട്ടൻസ് ആ കാര്യത്തിലില്ല. എന്നാൽ ഇമ്പോർട്ടൻസ് ഉള്ള ആക്ടിവിറ്റി 6, അറ്റംപ്റ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാൻഡ് ഫാദർ ഇൻ ദ സ്റ്റോറി വാങ്ക. വാങ്ക എന്ന കഥയിലെ, അപ്പം നിങ്ങൾക്ക് ചില കുട്ടികൾക്ക് ഈ ചോദ്യം കണ്ടാൽ മനസ്സിലാവത്തില്ലായിരിക്കും. അറ്റംപ്റ്റ് എ ക്യാരക്ടർ സ്കെച്ച്. ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ സ്വഭാവ നിരൂപണം. അതായത് വണ്ണമുള്ള ആള്, തടിച്ച ആള്, അല്ലെങ്കിൽ ചെറിയ ആള്, അല്ലെങ്കിൽ നല്ല പാവം പിടിച്ചവര്, അല്ലെങ്കിൽ ക്രൂരൻ എന്നൊക്കെയുള്ള സ്വഭാവങ്ങൾ ഇൻക്ലൂഡിങ് ഏജ് കിട്ടുവാണെങ്കിൽ അതുൾപ്പെടെ എഴുതുന്നതാണ് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. ആരുടെയാ ചോദിച്ചിരിക്കുന്നത്? ഗ്രാൻഡ് ഫാദർ. ആരാ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പം ഇത് ഇവർ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം ഗ്രാൻഡ് ഫാദർ എന്ന് കോൺസ്റ്റാന്റിൻ മാക്രിക്കിന്റെ നമുക്ക് തന്നിട്ടുണ്ട്. ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞു അതപ്പോൾ ആരാന്ന് നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ അടിക്കണ്ട. കോൺസ്റ്റാന്റിൻ മാക്രിക്കിന്റെ ക്യാരക്ടർ സ്കെച്ച് ഓർക്കുന്നുണ്ടോ? പാരഗ്രാഫ് നമ്പർ 3. ഓർക്കാത്തവർ പെട്ടെന്ന് എടുത്തിട്ട് നോക്കിക്കോണം. പാരഗ്രാഫ് നമ്പർ 3 ഇവിടെ തൊട്ട് അടയാളപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ബുക്കിൽ ടെക്സ്റ്റ് മനസ്സിൽ അടയാളപ്പെടുത്തിയിട്ട് നോട്ട്ബുക്കിൽ ഇന്ന് തന്നെ എഴുതണം. എവിടെ തൊട്ട് എഴുതാൻ നോക്കുമെന്ന് അറിയാം. കോൺസ്റ്റാന്റിൻ മാക്രിച്ച് വാസ് എ നൈറ്റ് വാച്ച്മാൻ ഓൺ ദ എസ്റ്റേറ്റ് ഓഫ് സം ജെന്റിൽ ഫോക്ക് കോൾഡ് ഷിവറേവ്. ഹി വാസ് എ സ്മോൾ ലീൻ ഓൾഡ് മാൻ അബൌട്ട് 65. 65 വയസ്സോളം പ്രായമുള്ള ചെറിയ കനം കുറഞ്ഞ മനുഷ്യൻ. ബട്ട് റിമാർക്കബിളി ലിവ്ലി ആൻഡ് ഏജിൽ. എന്നാൽ വളരെ ചുറുചുറുക്കുള്ളവനും കാര്യപ്രാപ്തിയുള്ളവനുമാണ്. വിത്ത് എ സ്മൈലിംഗ് ഫേസ്. പുഞ്ചിരിക്കുന്നു. ആൻഡ് ഐസ് ബ്ലെയറി വിത്ത് ഡ്രിങ്ക്. മദ്യപിച്ച് മതോന്മത്തനായ കണ്ണുകൾ. ഇൻ ദ ഡേ ടൈം പകല് ഹി എയ്തർ സ്ലെപ്റ്റ് ഇൻ ദ ബാക്ക് കിച്ചൺ. ഒന്നുകിൽ അടുക്കളയുടെ പിൻഭാഗത്ത് കിടന്നുറങ്ങും. ഓർ സാറ്റ് ജോക്കിംഗ് വിത്ത് ദ കുക്ക്. അല്ലെങ്കിൽ കുക്കിനോട് തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ദ കിച്ചൺ മെയ്റ്റ്സ്. ആൻഡ് ഇൻ ദ നൈറ്റ്. രാത്രിയിൽ റാപ്ഡ് ഇൻ എ ഗ്രേറ്റ് ഷീപ്പ് സ്കിൻ കോട്ട്. ഒരു ഷീപ്പ് സ്കിന്നിൻ്റെ കോട്ടും പുതച്ചുകൊണ്ട് ഹി വാക്ക്ഡ് റൗണ്ട് ആൻഡ് റൗണ്ട് ദ എസ്റ്റേറ്റ് സൗണ്ടിങ് ഹിസ് റാറ്റിൽ. റാറ്റിലും മുഴക്കിക്കൊണ്ട് എസ്റ്റേറ്റിന് വട്ടം കറങ്ങും. അത്രയും കാര്യങ്ങൾ എഴുതുമ്പോൾ എൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാൻഡ് ഫാദറായി. നെക്സ്റ്റ് ആക്ടിവിറ്റി 7 പറഞ്ഞിരിക്കുന്നത് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. മിക്ക കഥകളിലും ഇവിടെ ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്ന ഒലിവർ ട്വിസ്റ്റിലെ, ഡേവിഡ് കോപ്പർഫീൽഡിലെ, ഇതിലൊക്കെ കഥാപാത്രം അവസാനം രക്ഷപ്പെടുന്നതും പുതിയ ഒരു ട്വിസ്റ്റ് ആ കഥയ്ക്കുണ്ടാകുന്നു. ആ രീതിയിൽ ഇപ്പം ഇവിടെ കത്തെഴുതേ ഉള്ളൂ. ഇതിനെ നിങ്ങൾ മാറ്റിയിട്ട് വേറൊരു രീതിയിൽ ഈ കഥയൊന്ന് കൊണ്ടുപോകാൻ. അതായത് ഒന്നുകിൽ നമ്മളുടെ വാങ്ക അവിടെ നിന്ന് ഒളിച്ചോടുന്നു. ഈ കത്ത് പോസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് പറയാം, ഞാൻ ഇതാ ഈ കത്ത് പോസ്റ്റ് ചെയ്യുന്നതും ഇതോടൊപ്പം അലിയാക്കിൻ്റെ വീട് വിട്ടിറങ്ങുന്നു. എനിക്ക് ഭയങ്കര പേടിയാണ് വരാൻ, എന്നെ കാത്തുകൊള്ളണേ എന്നൊക്കെ പറഞ്ഞിട്ട്
ഇവൻ കത്തിട്ടിട്ട് ഇവനെ ഇറങ്ങി ഓടുമ്പോഴേ ഇവനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നു, പോലീസ് സ്റ്റേഷനിലെത്തിക്കുന്നു. പോലീസ് സ്റ്റേഷനിലെത്തിക്കുമ്പം കഥകൾ പറയുന്നു. അപ്പോൾ ചൈൽഡ് ലേബറിനെതിരെ ഉള്ള സംഘടനകൾ രംഗത്ത് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കഥ എങ്ങനെ മാറ്റിക്കൊണ്ടു അത് പറയുന്നേ ഉള്ളൂ. അത് കാര്യമില്ല. അതിനകത്തിന് മുമ്പേ പറഞ്ഞതിൻ്റെ തൊട്ട് പരീക്ഷയ്ക്ക് അത്തരത്തിലൊരു ചോദ്യം ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവുന്ന വേറൊരെണ്ണം ആക്ടിവിറ്റി 8. 8ാമത്തെ ആക്ടിവിറ്റി പറയുന്നത് ഇമാജിൻ ദാറ്റ്. ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ച് ഞാനിത് പറയുന്നതിന് കാരണം ചോദ്യം വായിച്ച് പഠിക്കണം ഏറ്റവും ആദ്യം. മാത്സ് ഇംഗ്ലീഷിനൊക്കെ ഇതുപോലെയാണ്. ഹിന്ദിക്കും ഉണ്ട് ഈ സംഭവം. അതായത് ചോദ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ചോദ്യം മനസ്സിലായാലേ ഉത്തരം അറിയാവൂ. ഇമാജിൻ ദാറ്റ് ദെയർ ആർ മെനി ചിൽഡ്രൻ ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ പ്രദേശത്ത് ധാരാളം കുട്ടികളുണ്ടെന്ന് വിചാരിക്കേ. ഹു ഹാവ് സിമിലർ എക്സ്പീരിയൻസസ് ലൈക്ക് ദാറ്റ് ഓഫ് വാങ്ക. വാങ്കയെ പോലെ അനുഭവങ്ങളുള്ള കുറേ കുട്ടികളുണ്ടെന്നിരിക്കുക. റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ. ഇതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട ജോലി. റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് എ ന്യൂസ് പേപ്പർ. ഒരു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റർക്ക് ഒരു കത്തെഴുതുക. എന്ത് പറഞ്ഞുകൊണ്ടാ? ഡിസ്ക്രൈബിങ് ദ സാഡ് പ്ലൈറ്റ് ഓഫ് സച്ച് ചിൽഡ്രൻ. ആ കുട്ടികളുടെ ദുഃഖപൂർണമായ അവസ്ഥയെ വിശദീകരിച്ചുകൊണ്ട് ആൻഡ് ദ നീഡ് ടു അപ്ലിഫ്റ്റ് ദം. അവരെ അപ്ലിഫ്റ്റ് ചെയ്യുക, ഉയർത്തിക്കൊണ്ടുവരിക. അതായത് ഈ അവസ്ഥയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരിക എന്ന ആവശ്യകതയെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് നിങ്ങളൊരു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററിനൊരു കത്തെഴുതണം. ഇത് പരീക്ഷയ്ക്ക് വരാൻ നല്ല സാധ്യതയുള്ള. അപ്പോൾ കത്തെഴുതുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഇവിടെ കത്തെഴുതുക എന്ന് പറയുമ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലെറ്റർ, കൊമേഴ്സ്യൽ ലെറ്റർ, പേഴ്സണൽ ലെറ്റർ, ഓഫീസ് ലെറ്റർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലെറ്ററുകളുടെ വിവിധ തരം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. ഇതിൽ ഏതെങ്കിലും ഒരു ഇതുപോലുള്ള ചോദ്യങ്ങൾ. ഇതെന്ന് പറയുമ്പോൾ ഒരു ന്യൂസ് പേപ്പർ എഡിറ്ററിന് കത്തെഴുതുമ്പോൾ ടു എന്നങ്ങോട്ട് എഴുതിയിട്ട് പേപ്പർ എടുക്കുന്നു. പരീക്ഷ പേപ്പർ ലെഫ്റ്റിൽ ടു ദ എഡിറ്റർ. അങ്ങനെ വേണ്ടിയ ദ എഡിറ്റർ. എന്നിട്ട് എഡിറ്റർ എന്താ പറയുന്നത്? ഓഫ് എ ന്യൂസ് പേപ്പർ എന്നാ. ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിൻ്റെ പേരെഴുതുക. മലയാള മനോരമ എഴുതാം, മാതൃഭൂമി എഴുതാം, ഇനിയും വേണ്ട ഹിന്ദുസ്ഥാൻ ടൈംസ് എഴുതാം, അല്ലെ ടൈംസ് ഓഫ് ഇന്ത്യ എഴുതാം. ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ പേരെഴുതുക. ദ എഡിറ്റർ, ഹിന്ദുസ്ഥാൻ ടൈംസ്, തിരുവനന്തപുരം എന്നോ കൊച്ചിന്നോ ഇഷ്ടമുള്ള ഒരു സ്ഥലവും വെച്ചു. അപ്പം കത്തെഴുതണ്ട ആരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണോ അതെഴുതി. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ബോർഡ് ഉപയോഗിക്കാതെ ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ ഒരു ഷീറ്റ് പേപ്പർ എടുക്കുന്നു. പേപ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടു ദ എഡിറ്റർ, അതിൻ്റെ താഴെ അടുത്ത ലൈനായിട്ട് ഹിന്ദുസ്ഥാൻ ടൈംസ്, അതിൻ്റെ താഴെ കൊച്ചി അല്ലെങ്കിൽ തിരുവനന്തപുരം. അത്രയായേ. അപ്പം ഈ കത്ത് നമ്മൾ എഡിറ്റർക്ക് അയക്കുന്നു. അപ്പോൾ എഡിറ്റർ ഇത്രയും കണ്ടു. എന്നിട്ട് ഇനി നിങ്ങൾ എഴുതണം. പ്രത്യേകിച്ച് ന്യൂസ് പേപ്പറിൻ്റെ ഒക്കെ എഴുതുമ്പോൾ ഒരു സബ്ജക്റ്റ് എഴുതുന്നത് നല്ല കാര്യം. പല ന്യൂസ് പേപ്പറുകാരന് എന്തൊക്കെ തരത്തിലുള്ള കത്തുണ്ട്. അപ്പോൾ അവൻ ഈ സബ്ജക്റ്റ് നോക്കിയിട്ടാണ് ഇമ്പോർട്ടൻസ്. ചിലപ്പോൾ പറയും, ഇത് സെക്രട്ടറിയോട് പറയും, ഇതാണ്ട് വായിച്ചു നോക്കിയിട്ട് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ്, വിഷയം ഒന്ന് എഴുതിയാൽ നല്ലതാണ്. സബ്ജക്റ്റ് എഴുതുമ്പോഴേ എന്തുവാ വിഷയം? ഇവിടെ വിഷയം കൃത്യമായി പറയുന്നുണ്ട്. The sad plight of poor children in our locality. The sad plight of orphaned children എഴുതാം, poor children എഴുതാം, in our locality. ഞങ്ങളുടെ പ്രദേശത്തുള്ള കുട്ടികളുടെ ദുഃഖപൂർണമായ അവസ്ഥയെ വിശദീകരിക്കുന്നതിനുള്ള. അപ്പം ഇദ്ദേഹം സബ്ജക്റ്റ് മനസ്സിലാക്കി. ഡിയർ സർ, ലെഫ്റ്റ് സൈഡിൽ പേപ്പറിൻ്റെ മാർജിൻ്റെ അവിടെ ഡിയർ സർ എന്നെഴുതി ഒരു കോമ ഇടുന്നു. കോമ ഇട്ടിട്ട് എന്താ എഴുതാൻ വെക്കുന്നത്? ഇനിയിപ്പോൾ ലെറ്ററിൻ്റെ ബോഡി ഓഫ് ദ ലെറ്ററിലേക്ക് പോകണം. ബോഡി ഓഫ് ദ ലെറ്റർ എഴുതുമ്പോൾ എന്തോ ഇതിനകത്ത് തന്നെ നല്ല പോലെ ഹിൻറ്റ് കിട്ടും. ഒരു ആവറേജ് ടു എബോവ് ആവറേജിന് കൃത്യമായിട്ടുണ്ട്. ഇല്ലെങ്കിലും ഇതിനകത്ത് പറയുന്നുണ്ട്. എന്തോ പറഞ്ഞിരിക്കുന്നത്? ഡിസ്ക്രൈബിങ് ദ സാഡ് പ്ലൈറ്റ് ഓഫ് ചിൽഡ്രൻ അല്ലേ. അപ്പം നമുക്ക് പറയുന്നു, ഡിയർ സർ എന്ന് എഴുതിയാണ് നിർത്തിയിരിക്കുന്നത്. There are so many children in our village who experiences the same as Vanga. That is, there are so many children in our locality who faces the same condition of Vanga. വാങ്കയുടെ
അതേ അവസ്ഥ അനുഭവിക്കുന്ന ധാരാളം കുട്ടികൾ ഞങ്ങളുടെ പ്രദേശത്തുണ്ട്. അടുത്ത സെൻസ്, മോസ്റ്റ് ഓഫ് ദം ആർ അവരിൽ കൂടുതൽ പേരും ഫ്രം അവർ നെയ്ബറിംഗ് സ്റ്റേറ്റ്. മോസ്റ്റ് ഓഫ് ദം ആർ ഫ്രം അവർ നെയ്ബറിംഗ് സ്റ്റേറ്റ്. അയൽ സംസ്ഥാനത്ത് നിന്ന്, അവരിൽ കൂടുതൽ പേരും അയൽ സംസ്ഥാനത്ത് നിന്നും ഉള്ളവരാണ്. ചിൽഡ്രൻ ആർ വർക്കിംഗ് ഫ്രം early morning to late in the evening. അതിരാവിലെ മുതൽ ലേറ്റ് ഇൻ ദ ഈവനിങ്, വൈകിട്ട് നല്ല സന്ധ്യ ആവുന്നവരെ പണിയെടുക്കുന്നുണ്ട്. They get only a meager salary. Above all, ഇതിനെല്ലാം അപ്പുറം, above all they are prevented, prevented from getting education, education. അവർ വിദ്യാഭ്യാസം കിട്ടുന്നതിൽ നിന്നും വിലക്കപ്പെട്ടിരിക്കുന്നു. I hope ഞാൻ പ്രതീക്ഷിക്കുന്നു. The article published in your newspaper, will give a boost. The article published your newspaper will give a boost to the authorities to take action against such exploitation, exploitation, such exploitation. Full stop. The general public have a moral obligation, obligation, നമുക്കൊരു കടപ്പാടുണ്ട്, to uplift. The general public have a moral obligation to uplift such children. Full stop. അടുത്ത പാരഗ്രാഫ്. So kindly give importance to this matter. In your newspaper. With proper
attracting with proper attracting features so as to proper attracting features so as to get a speedy speedy action from the authorities so as to get a speedy action from the authorities. Full stop. ഇത്ര എഴുതി കഴിഞ്ഞിട്ട് ഒരു 2 വരി താഴോട്ട് മാറ്റിയിട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ താങ്കിങ് യു കൊമ അതിൽ നിന്ന് ഒരു വരി താഴോട്ട് മാറ്റിയിട്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി താങ്കിങ് യു കൊമയിട്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നെഴുതിയിട്ട് ഒരു 2 ലൈൻ താഴോട്ട് മാറ്റിയിട്ട് ഒപ്പിടാനുള്ള സിഗ്നേച്ചർ എന്നെഴുതിയാൽ മതി. നിങ്ങൾ ഒപ്പിടേണ്ട പേരിടുക നെയിം ആൻഡ് സിഗ്നേച്ചർ അല്ലെങ്കിൽ നെയിം എന്നെഴുതി നെയിം ആൻഡ് സിഗ്നേച്ചർ അല്ല നെയിം എന്നെഴുതിയിട്ട് സിഗ്നേച്ചർ ഇടാൻ മുകളിൽ സ്ഥലം എഴുതുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഡേറ്റ് എഴുതണം. പ്ലേസ് നിങ്ങൾക്ക് എഴുതാം ഏതെങ്കിലും ഒരു സ്ഥലം, അവരവരുടെ സ്ഥലം എഴുതാതെ നമ്മൾ തിരുവനന്തപുരം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലം എഴുതുന്നു. ആ സ്ഥലം എഴുതുന്നു. ഡേറ്റ് എന്നെഴുതിയിട്ട് 14 ഒക്ടോബർ 2013 അല്ലെ 2011 എങ്ങനെ എഴുതുന്നു. അപ്പോൾ ലെറ്റർ കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ ആ ലെറ്ററും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇത് ഞാൻ പറഞ്ഞത് ആവശ്യമുള്ളവർ മാത്രം ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞതും എഴുതിയെടുക്കുക. ഇതിന് പല ഓപ്ഷൻസ് ഇന്നുണ്ട്. ഈ ആധുനിക ലോകത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ലെറ്റർ റൈറ്റിങ്ങിനൊക്കെ ഇഷ്ടം പോലെ മോഡൽസ് ഉണ്ട്, മൊഡ്യൂൾസ് ഉണ്ട്. സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും, പല മേഖലകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ആർജിതമായി നിങ്ങൾക്ക് സ്വന്തം കഴിവുകൊണ്ടുണ്ടാക്കാനുള്ള കഴിവുള്ള കുട്ടികളും ഉണ്ടാവും. whichever you may feel better that you may select. നിങ്ങൾക്ക് ഏത് നല്ലതായി തോന്നുന്നോ അത് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് നേരെ പോകാനുള്ളത് ആക്ടിവിറ്റി. നിങ്ങൾ ഓർക്കണം, ഞാൻ ആക്ടിവിറ്റി ഇങ്ങനെ വിട്ടു വന്ന് സാർ എളുപ്പമുള്ള ആക്ടിവിറ്റി പറഞ്ഞു പോകാമെന്നല്ല, സാർ ഇമ്പോർട്ടൻ്റ് ആയ ആക്ടിവിറ്റിയാണ് പറയുന്നത്. ഏറ്റവും ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് പറഞ്ഞു പോരുന്നത്. ഇനി ആക്ടിവിറ്റി 2 എന്ന് പറഞ്ഞിട്ട് ഇതാ കിടക്കുന്നു. വാങ്ക പുട്ട് ഓൺ ഹിസ് ഹാറ്റ് ആൻഡ് റാൻ ഔട്ട് ഇൻ ടു ദ സ്ട്രീറ്റ്. പുട്ട് ഓൺ മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു, പുട്ട് ഓൺ എടുത്ത് ധരിച്ചു എന്നാണ്. പുട്ട് ഓൺ എഴുതി വെക്കണം, ഓർത്ത് വെക്കണം മനസ്സിൽ. എന്നിട്ട് അടുത്ത പറയാം, പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് സച്ച് ഫ്രൈസൽ വെർബ് ആൻഡ് യൂസ് ഈച്ച് ഓഫ് ദം ഇൻ സെന്റൻസ് ഓഫ് യുവർ ഓൺ. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് സച്ച് ഫ്രൈസൽ വെർബ്. അത്തരം ഫ്രൈസൽ വെർബിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുക മാത്രമല്ല, ആൻഡ് ഈച്ച് ഓഫ് ദം ഇൻ സെന്റൻസ് ഓഫ് യുവർ ഓൺ. നിങ്ങളുടെ സ്വന്തം വാചകത്തിൽ സെന്റൻസ് ഉണ്ടാക്കണം. അപ്പം ഞാൻ പറഞ്ഞു തരുന്ന വാചകമല്ല, എന്നാലും ഞാൻ പറഞ്ഞു തരുന്ന വാചകം ആയാലും നിങ്ങളുടെ സ്വന്തം ആവും നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ. അങ്ങനെയല്ലേ? ഇപ്പം എൻ്റെ അറിവ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങളുടെ അറിവാ. അങ്ങനെ. അപ്പോൾ കേട്ടോ, ഒന്ന് ഫ്രൈസൽ വെർബ് നമ്മൾ എഴുതണം. പുട്ട് ഓൺ നേരത്തെ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത് എഴുതിക്കോ, പുട്ട് ഓഫ്. പുട്ട് എന്ന വെർബ്, അതിൻ്റെ കൂടെ ഓഫ്, OFF. പുട്ട് ഓഫിന് ഒരിക്കലും ഒരു എഫ് അല്ല, പുട്ട് ഓഫ്. ഇതിൻ്റെ അർത്ഥം ആദ്യം എഴുതണം. പോസ്റ്റ്പോൺ, POSTPONE. പോസ്റ്റ്പോൺ എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുക എന്നാ. മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു ബുക്ക് എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുന്നതിനെ പോസ്റ്റ്പോൺ ദ ബുക്ക് എന്നല്ല പറയുന്നത്. എന്തെങ്കിലും ഒരു കാരണത്താൽ ഇപ്പം നടക്കേണ്ട ഒരു സംഭവം നമ്മൾ പിന്നീടത്തേക്ക് മാറ്റിവെക്കുന്ന മാറ്റിവെപ്പിനെയാണ് എന്ത് പറയുന്നത്? പുട്ട് ഓഫ് എന്ന് പറയുന്നത്, അല്ലെ പോസ്റ്റ്പോൺ എന്ന് പറയുന്നത്. അപ്പം എന്തെഴുതി? പുട്ട് ഓഫ് എന്ന് എഴുതി. മീനിങ്ങിൻ്റെ അവിടെ നിങ്ങൾ എന്തെഴുതും? പോസ്റ്റ്പോൺ എന്ന് എഴുതണം. അർത്ഥം എന്താണ്? മാറ്റിവെച്ചു. ഇനി സെന്റൻസ് നിങ്ങളുടേതായിട്ടുണ്ടാക്കിയാട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ദ ക്രിസ്മസ് എക്സാം വാസ് പുട്ട് ഓഫ് ഡ്യൂ ടു കൊറോണ. അല്ലേ? ദ മാരിയേജ് സെറിമണി വാസ് പുട്ട് ഓഫ് ഡ്യൂ ടു കൊറോണ. അല്ലെങ്കിൽ ദ ക്രിക്കറ്റ് മാച്ച് വാസ് പുട്ട് ഓഫ് ബിക്കോസ് ഓഫ്. ഡ്യൂ ടു മാറ്റിയിട്ട് ഞാൻ ഒരു മാറ്റം ഉണ്ടാക്കാം. ബിക്കോസ് ഓഫ് റെയിൻ.
മഴ കാരണം മാറ്റിവെച്ചു. അപ്പൊ ഇതൊക്കെയാണ് പുട്ട് ഓഫ്. അടുത്തത് പുട്ട് ചേർത്തിട്ടുള്ള പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ. അപ്പൊ നമ്മൾ ആദ്യം പുട്ട് ഓൺ ധരിക്കുക. രണ്ടാമത് വേറെണ്ണം പുട്ട് ഓഫ് മീൻസ് പോസ്റ്റ്പോൺ, മാറ്റിവെക്കുക വേറൊരു സമയത്തേക്ക്. ഇനി അടുത്തത് പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ താഴെ വെക്കാനാണോ? അല്ല. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം റൈറ്റ്, എഴുതുക എന്നൊരർത്ഥമുണ്ട്. പുട്ട് ഡൗണിന് മീനിങ് നമ്മൾ എന്തെഴുതാനേക്കും? റൈറ്റ്, എഴുതുക എന്നും സപ്രസ് അടക്കി അമർത്തി വെക്കുക എന്നും പുട്ട് ഡൗണിന് അർത്ഥമുണ്ട്. പുട്ട് ഡൗണിന് എന്താണ്? ടു റൈറ്റ് എന്നൊരർത്ഥമുണ്ട്, ടു സപ്രസ് അമർത്തി വെക്കുക. എഴുതുക എന്നർത്ഥവും അമർത്തി വെക്കുക എന്നും ഏത് ഫ്രൈസൽ വെർബിനുണ്ട്? പുട്ട് ഡൗൺ. ഇതെങ്ങനെ പഠിക്കും? കാണാതെ പഠിക്കുക. ഇവിടെ നിർവാഹം നമ്മൾ 1 2 3 എങ്ങനെയാ പഠിക്കേ? കാണാതെ പഠിച്ചു, പറഞ്ഞു പഠിച്ചു, അതുപോലെ പഠിക്കണം. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ ടു റൈറ്റ്, എഴുതുക അല്ലെ സപ്രസ് എന്നാണ് അർത്ഥം. അപ്പം അവിടെ ഇനി സെന്റൻസ് ഉണ്ടാക്കിയാട്ട് യു ഹാവ് ടു പുട്ട് ഡൗൺ ദ ലെറ്റർ ആസ് ഇറ്റ് ഈസ്. യു ഹാവ് ടു പുട്ട് ഡൗൺ ദ ലെറ്റർ ആസ് ഇറ്റ് ഈസ്. നിങ്ങൾ ആ കത്ത് അതേപോലെ എഴുതണം. ഒരു സെന്റൻസ്, അത് എന്താ അർത്ഥം? എഴുതുക എന്നുള്ള. ഇനിയും സപ്രസ് ചെയ്യുക എന്നുള്ള. The media put down the attack against a common man. The media put down the attack against a common man. വാർത്താ മാധ്യമങ്ങൾ ഒരു സാധാരണക്കാരനുള്ള ആക്രമണത്തെ സപ്രസ് ചെയ്തു, അമർത്തി വെച്ചു എന്നൊക്കെ അർത്ഥം. അപ്പം ഏതൊക്കെയായി? പുട്ട് ഓൺ ധരിക്കുക, പുട്ട് ഓഫ് പോസ്റ്റ്പോൺ, പുട്ട് ഡൗൺ ടു റൈറ്റ് ഓർ സപ്രസ്. 3 എണ്ണമായി. സെന്റൻസ് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് പുട്ട് ചേർത്തിട്ട് വേറെ ഉണ്ട് പുട്ട് ഔട്ട്. പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് എന്ന് പറയുമ്പം എക്സ്റ്റിങ്ക്യൂഷ്, കെടുത്തുക, അണയ്ക്കുക. പുട്ട് ഔട്ട് ഓർത്തോണം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുമ്പോഴേ പലതരത്തിൽ ഫയറെന്നോ ഫയർ സ്റ്റേഷനോ ഫയർമാനോ എങ്ങനെയാണ് കണ്ടു കഴിഞ്ഞാൽ പുട്ട് ഔട്ടാണ് അവിടെ ചേരുന്നത്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ കെടുത്തുക, അണയ്ക്കുക. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ EXTINGUISH, എക്സ്റ്റിങ്ക്യൂഷ്, കെടുത്തുക, അണയ്ക്കുക. എന്താ പറഞ്ഞേ? ദ ഫയർമാൻ extinguished the fire. The fireman extinguished, the fireman put out the fire. Extinguished അല്ലല്ലോ നമുക്ക് ചേരേണ്ടി, നമുക്ക് ഫ്രൈസൽ വെർബ് വേണ്ടേ? put out the fire. അടുത്ത എന്താ എഴുതാൻ വെക്കുന്നേ? ഇപ്പം നമ്മൾ പറഞ്ഞ 4 ഒന്നും കൂടെ എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു. പുട്ട് ഓൺ എന്താ? ടു വിയർ, ധരിക്കുക. പുട്ട് ഓഫ് പോസ്റ്റ്പോൺ, മാറ്റിവെക്കുക. പുട്ട് ഡൗൺ റൈറ്റ് ഓർ സപ്രസ്, എഴുതുക അല്ലെങ്കിൽ അമർത്തി വയ്ക്കുക. 4ാമത് പറഞ്ഞത് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് പുട്ട് ഔട്ട് പറഞ്ഞു, എക്സ്റ്റിങ്ക്യൂഷ് അല്ലെങ്കിൽ കെടുത്തുക, അണയ്ക്കുക എന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് പുട്ട് എക്രോസ്. പുട്ട് എക്രോസ്, ACROSS, എക്രോസ്. പുട്ട് എക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എഴുതി വെച്ചുകൊള്ളുക. ടു കമ്മ്യൂണിക്കേറ്റ്, അതായത് ആശയവിനിമയം നടത്തുക. കമ്മ്യൂണിക്കേറ്റ്. ദ ടീച്ചർ പുട്ട് അക്രോസ് ഗുഡ് ഐഡിയാസ് എമംഗ് ദ ചിൽഡ്രൻ. ദ ടീച്ചർ പുട്ട് അക്രോസ് ഗുഡ് ഐഡിയാസ് എമംഗ് ദ ചിൽഡ്രൻ. അധ്യാപകൻ കുട്ടികളിൽ നല്ല ആശയങ്ങൾ കൈമാറുന്നു. പുട്ട് അക്രോസിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ടു കമ്മ്യൂണിക്കേറ്റ്, അതായത് ആശയം കൈമാറുക. നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് പുട്ടപ്പ് വിത്ത്. പുട്ടപ്പ് വിത്ത്. പുട്ട്, അതിൻ്റെ അടുത്ത വാക്ക് അപ്പ്, അത് കഴിഞ്ഞിട്ട് വിത്ത്. 3 വേർഡ് ചേർന്ന ഫ്രൈസല്ല. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് എന്നാ, സഹിക്കുക. ടോളറേറ്റ്. സം പീപ്പിൾ cannot put up with
സൗണ്ട്സ്. സം പീപ്പിൾ കനോട്ട് പുട്ടപ്പ് വിത്ത് സൗണ്ട്സ്. ചില ആളുകൾക്ക് ശബ്ദങ്ങൾ സഹിക്കാൻ പറ്റത്തില്ല. അത് ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കാനെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പോൾ ഫ്രൈസൽ വെർബ് അത്രയും പഠിച്ചു കഴിഞ്ഞു. ഫ്രൈസൽ വെർബ് ഉണ്ടാവുന്നത് എങ്ങനെ? ഒരു വെർബിൻ്റെ കൂടെ ഒരു പ്രിപ്പോസിഷൻ കൂടി ചേരുമ്പോൾ അർത്ഥം വ്യത്യസ്തമാവത്തക്ക രീതിയിൽ. വേറെ ഒരുപാടുണ്ട്. പുട്ടുചേർത്തുള്ള മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പ്രധാനമായിട്ട് ഇനി കം അക്രോസ്, കോൾ ഓൺ. കം അക്രോസ് എന്ന് പറഞ്ഞാൽ ഹാപ്പൻ ടു സീ, ബൈ ചാൻസ് കണ്ടുമുട്ടുന്നതാണ് കം അക്രോസ് പറയുന്നത്. അതുപോലെ കോൾ ഇൻ മീൻ ടു മീറ്റ്, ഗീവ് അവേ വിതരണം ചെയ്യുക. പിന്നെ ഗിവ് ഇൻ, സറണ്ടർ ഉണ്ട്. ഇഷ്ടം പോലെ ഫ്രൈസൽ വെർബുണ്ട്. പ്രധാനപ്പെട്ട ഓരോ പാഠം പഠിക്കുമ്പോൾ ഉള്ള ഈ പാഠത്തിലെ പുട്ട് ചേർത്തിട്ടുള്ള ഫ്രൈസൽ വെർബ് പഠിച്ചു വെച്ചുള്ള മനസ്സിൻ്റെ കോണിൽ വെക്കുക. ഉറപ്പായി ഒരെണ്ണയിലും പരീക്ഷയ്ക്കുണ്ടാവും. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 എന്താ പറയുന്നേ? ഇമാജിൻ ദാറ്റ് ഗ്രാൻഡ് ഫാദർ റിസീവ്സ് ദ ലെറ്റർ റിട്ടൺ ബൈ വാങ്ക. വാങ്ക എഴുതിയ കത്ത് ഗ്രാൻഡ് ഫാദറിന് കിട്ടുന്നതായിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, സങ്കല്പിച്ചേ. ദ പാരഗ്രാഫ് ഗിവൺ ബിലോ ഡിസ്ക്രൈബ്സ് ഹിസ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. താഴെ പറയുന്ന പാരഗ്രാഫിൽ അവൻ്റെ ചിന്തകൾ, അതായത് ഗ്രാൻഡ് ഫാദറിൻ്റെ ചിന്തകളും ഫീലിങ്സ്, വികാരങ്ങളും സൂചിപ്പിക്കുന്നു. ഇതൊന്നും നമ്മൾ അറിയേണ്ട, പക്ഷെങ്കിൽ ഒന്ന് വായിച്ചു പോകണം. എന്തുവാ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? കംപ്ലീറ്റ് ദ പാരഗ്രാഫ്. നിങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതൊന്ന് ഈ ഡാഷ് ഉള്ളിടത്തോട്ട് നേരെ കണ്ണു വന്ന് ഡാഷ് ഉള്ളിടത്ത് പൂരിപ്പിക്കാനാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്തിനെക്കുറിച്ചാണെന്നൊന്ന് നോക്കണം. ആദ്യം സെൻറ്റൻസുകൾ തന്നിരിക്കുന്നു. ഈ കുറേ വാക്കുകൾ താഴെ എവിടെ പറഞ്ഞെങ്കിൽ കംപ്ലീറ്റ് ദ പാരഗ്രാഫ് യൂസിങ് അപ്രോപ്രിയേറ്റ് മീൻസ് അനുയോജ്യമായ വേർഡ്സ് ഫ്രം ദ ബോക്സ് ഗിവൺ ബിലോ. താഴെ പറയുന്ന ബോക്സ് അനുയോജ്യമാണോ എന്നറിയണമെങ്കിൽ ഒരു ഡ്രസ്സ് മെറ്റീരിയൽ കുറേ കൂട്ടിയിട്ടിട്ട് നിങ്ങളോട് പറയുക ഇതിനകത്ത് നിങ്ങൾക്ക് യോജിക്കുന്ന ഒരു ഡ്രസ്സ് എടുത്തിടണമെന്ന് പറഞ്ഞാൽ ആ ഡ്രസ്സുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കണ്ടേ? ഇപ്പോൾ വാക്കുകളേക്ക് നോക്കിയേ. റിമാർക്കബിളി, എടുത്തു പറയത്തക്ക രീതിയിലുള്ള. ബ്ലെയറി, നിങ്ങൾ നേരത്തെ പഠിച്ചതാ നമ്മളുടെ ഇദ്ദേഹത്തിൻ്റെ കോൺസ്റ്റാന്റിൻ മാക്രിക്കിൻ്റെ കണ്ണ് ബ്ലെയറി ആയിരുന്നു, വെള്ളമടിക്ക പോലുള്ള. ഡിസ്റ്റിങ്ക്റ്റ്ലി, വളരെ വ്യക്തമായി ക്ലിയറായിട്ട്. ഗ്ലോറിയസ്, മഹത്തായ. ഡോസിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ഓർഡർ, ആജ്ഞകളെ അനുസരിക്കാനുള്ള പ്രത്യേക കഴിവിനെ. ഫ്ലിക്കേഡ്, മെട്ടിത്തിളങ്ങുക, മിന്നി തിളങ്ങുക. ഇൻസുനേറ്റിങ് എന്ന് പറയുമ്പോൾ അട്രാക്റ്റിങ് സംബഡീസ്, ആരെങ്കിലും ആകർഷിക്കാനുള്ള കഴിവ്. അഡപ്റ്റ്, എല്ലാം അറിയാൻ കഴിയുന്ന. ഇംപ്ലോറിങ് മീൻസ് ഇംപ്ലോറിങ് എന്ന് പറയുമ്പോൾ ഇംപ്ലോറിങ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ അവനെ ആരെയും ആകർഷിക്കാൻ കഴിയുന്ന എന്നൊക്കെയുള്ള അർത്ഥം. അപ്പോൾ ഇവിടെ നമുക്ക് ചേരുന്ന വാക്കുകൾ ഇവിടെ എടുത്തിടണം, വായിക്കണം. ഇപ്പം അർത്ഥം മനസ്സിലായെങ്കിൽ ഏകദേശം ഇതിന് പിടികിട്ടുള്ളൂ. നോക്കിക്കോ. ഗ്രാൻഡ് ഫാദേഴ്സ് ഹാൻഡ്സ് ഷിവേഡ് ആസ് ഹി ഓപ്പൺ ദ ലെറ്റർ. കത്ത് പൊട്ടിച്ചപ്പോൾ കൈവിറച്ചു. വാങ്കാസ് ഫേസ് അപ്പിയേർഡ്. ഈ കത്ത് പൊട്ടിച്ചപ്പോൾ വാങ്കയുടെ മുഖം ഗ്രാൻഡ് ഫാദറിൻ്റെ മനസ്സിൽ അപ്പിയേർഡ്, പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെയാ? നല്ല കൃത്യമായിട്ട്, ക്ലിയർ, എക്സ്ട്രീംലി ക്ലിയർലി അല്ലയോ? അപ്പോൾ അതിനുള്ള വാക്കാണ് ഡിസ്റ്റിങ്ക്റ്റ്ലി. ഒന്നാമത്തെ സെൻറ്റൻസിലെ ഒന്നാമത്തെ ഡിസ്റ്റിങ്ക്റ്റ്ലി ബിഫോർ ഹിം. ദ കാൻഡിൽ ഡാഷ്, മെഴുകുതിരി എന്ന് കണ്ടപ്പോഴേ എങ്ങനെയാ കത്തുന്നത്? ഫ്ലിക്കറിങ്. കാൻഡിൽ ഫ്ലിക്കർഡ്, മെഴുകുതിരി തിളങ്ങി. ബട്ട് ദ ലെറ്റേഴ്സ് വെയർ, എന്നാൽ ആ കത്തുകൾ റിമാർക്കബിളി ക്ലിയർ ടു ഹിം, നല്ലപോലെ വ്യക്തമായിരുന്നു, അവന് കാണാമായിരുന്നു. റിമാർക്കബിളി ക്ലിയർ ടു ഹിം. ദ ഓൾഡ് മാൻ ഹൂ വാസ്, പ്രായമുള്ള മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ്. എന്നെപ്പോലെയൊക്കെയുള്ള കിളവന്മാരായ ആളുകൾക്കുള്ള ഒരു പ്രത്യേകത എന്താ? അഡപ്റ്റ്. അവർ സിറ്റുവേഷനുമായി അഡപ്റ്റിൻ്റെ മീനിങ് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറയാൻ നിങ്ങൾ ഇത്രയും ഗ്രഹിക്കുക, എല്ലാം അറിയാൻ കഴിവുള്ള ആൾ. അഡപ്റ്റ് അറ്റ് ഹൈഡിങ് ഹിസ് ഇമോഷൻസ്. അവൻ്റെ ഇമോഷൻസ്, അവൻ്റെ വികാരങ്ങളെ അടക്കുക, ഹൈഡ് ചെയ്യുക, മറച്ചു വയ്ക്കാൻ കഴിവുണ്ടെങ്കിലും കുഡ് നോട്ട് സ്റ്റോപ്പ് ദ ടിയേഴ്സ് ഫ്രം ഫ്ലോയിങ് ഡൗൺ. അവൻ്റെ കണ്ണിൽ നിന്നും ഒഴുകി വരുന്ന കണ്ണീരിനെ തടയാൻ കഴിഞ്ഞില്ല. ഫ്ലോയിങ് ഡൗൺ, അവൻ്റെ എന്തൊരു കണ്ണാണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കോൺസ്റ്റാന്റിൻ മാക്രിക്കിൻ്റെ ബ്ലെയറി ഹൈഡ്. ഇപ്പോൾ അവിടെ എൻ്റെ ബ്ലെയറി ചേർക്കും. ഹി റിക്കളക്റ്റഡ് വിത്ത് വാംത്. അവൻ റിക്കളക്റ്റഡ്, റിമെമ്പേർഡ്, ഓർത്തു. വിത്ത് വാംത്, അവൻ നല്ല രീതിയിൽ ചൂടായി ഓർത്തു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്നു. ദ ഡോസിലിറ്റി എന്ന് പറയുമ്പോൾ അട്രാക്റ്റിംഗ് കപ്പാസിറ്റി എന്നുള്ള ഡോസിലിറ്റി ആൻഡ് ഇൻസുനേറ്റിംഗ് മാനർ. ഇത് രണ്ടും നമ്മുടെ വാങ്കയ്ക്കുള്ള രണ്ട് സ്വഭാവവിശേഷങ്ങളാണ്. ഇത് പഠിക്കുകയായിരുന്നു. ഡോസിലിറ്റിയും ഇദ്ദേഹത്തിൻ്റെ ഡോഗിനെ പഠിച്ച ഭാഗത്ത് എടുത്തു വെച്ചിട്ട് ആ ഭാഗം ഒന്നുകൂടി നോക്കിയാൽ മതി. ഇവിടെ ചേരുന്നത് ദ
എങ്ങനെയായിരുന്നു? വാംത്ത് ഓഫ് ഡോസിലിറ്റി ആൻഡ് ഇൻസുനേറ്റിംഗ് മാനർ ഓഫ് ഹിസ് ഗ്രാൻഡ് സൺ. അവൻ്റെ ചെറുമകൻ്റെ ഈ സ്വഭാവവിശേഷങ്ങളെ അവൻ മനസ്സിലാക്കി. ഹി ലോങ്ഡ് ടു ബ്രിങ് ഹിം, ഹി ലോങ്ഡ് മീൻസ് വിഷ്ഡ്, ആഗ്രഹിച്ചു, ടു ബ്രിങ് ഹിം ബാക്ക്, അവനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് അവൻ ആഗ്രഹിച്ചു. ദ ഡാഷ് ഐസ് ഓഫ് ദ ബോയ് സീംഡ് ടു ഹോണ്ട് ഹിം. ദ ഡാഷ് ഐസ്, ദയനീയ ഭാവത്തിലുള്ള അവൻ്റെ കണ്ണുകൾ ഹോണ്ട്, അവനെ വേട്ടയാടിയ എന്തൊരു ഭാവമാണ് ഇവൻ്റെ ഇംപ്ലോറിങ്, ദ ഇംപ്ലോറിങ്, ദയനീയ ഭാവത്ത് എന്നെ അങ്ങ് കൊണ്ടുപോകും മുത്തച്ഛ എന്നുള്ള ആ കണ്ണ്. ഐസ് ഓഫ് ദ ബോയ് സീം ടു ഹോണ്ട് ഹിം. They could enjoy the glorious Christmas together. They could enjoy, അവർക്ക് ആസ്വദിക്കാൻ, ദ ഗ്ലോറിയസ് ക്രിസ്മസ്. ക്രിസ്മസ് എപ്പോഴും ഗ്ലോറിയസ് ആണ്. ആ അതിവിശുദ്ധമായ അതിമനോഹരമായ ആ ക്രിസ്മസ് ആഘോഷിക്കുവാൻ. ബട്ട് ദ ഹെൽപ്ലെസ് ഓൾഡ് മാൻ ഗേവ് എ ഡീപ് സൈ. എന്നാൽ നിസ്സഹായനായ പ്രായമുള്ള മനുഷ്യനൊരു ദീർഘനിശ്വാസം, ഇങ്ങനെ ഒരു ദീർഘനിശ്വാസം വലിച്ചു. ഞാനും ഈസ് ഓൾസോ ഗിവിങ് എ ഡീപ്പ് സൈ ബിക്കോസ് ദ ടൈം ഈസ് ഗോയിങ് ടു ഓവർ. സമയം കടന്നു കഴിയാൻ പോകുന്നു, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിയുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഈ ടെക്സ്റ്റിൽ നിന്നുള്ള എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം എഴുതാൻ നിങ്ങൾ പ്രാപ്തരായാൽ അടുത്ത മാർച്ചിലായിരിക്കുമോ പരീക്ഷ, മാറ്റിവെക്കപ്പെടാമോ, എന്തായാലും ആ പരീക്ഷ എഴുതി കഴിയുമ്പോൾ ഈ പാഠത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖം ഓർമ്മ വന്നാൽ ഞാൻ കൃതാർത്ഥനായി. അപ്പം ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ. ഓൾ ദ ബെസ്റ്റ് ടു ഓൾ സ്റ്റുഡൻസ്. ഓക്കെ, താങ്ക് യു.